ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. ചേമ്പും പച്ചമാങ്ങയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒഴിച്ചുകറി തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിത് ഇവിടെ 2 ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞ് ഇതുപോലെ നുറുക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പം നമ്മളിതാ ചേമ്പൊക്കെ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമാങ്ങയും കൂടെ ഇതുപോലെ തൊലി കളഞ്ഞ് ഈ ഒരു രൂപത്തിൽ നമ്മൾ നുറുക്കിയെടുക്കുന്നുണ്ട്. ചേമ്പ് നമ്മൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കനം കൂട്ടിയിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ മാങ്ങ വേവുമ്പോഴേക്കും നമ്മുടെ ചേമ്പൊക്കെ വെന്ത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത്തിരി കഷ്ണമൊക്കെ കറിയിൽ ചേമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ കടിക്കുന്നതാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാം. ഈ നുറുക്കി വെച്ച കഷ്ണങ്ങളെല്ലാം ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ് കേട്ടോ. പിന്നീട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടികളും പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലേ കഷ്ണത്തിൽ നന്നായിട്ട് ഉപ്പും പുളിയും മുളകും ഒക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. 1/2 മുറി നാളികേരം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലോട്ട് 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇതുപോലെ വേണം നമുക്ക് കറിക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ ചേമ്പും ചേനയൊക്കെ ഒരുപാട് അങ്ങ് കുറുകി പോവും ആ ചൂടിലിരുന്നിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളത്തോടു കൂടി വാങ്ങി വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഞാനിതാ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ്. ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് കളറ് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയൊക്കെ അവിടെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ചേമ്പും പച്ചമാങ്ങയും കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്